ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. സ്ഥലം ന്യൂയോർക്ക് സിറ്റി. ഒരു ബിഷപ്പ് പ്രഭാഷണത്തിനു വേണ്ടി ഒരുങ്ങി പ്രധാന സ്ഥലത്ത് എത്തി നിൽക്കുന്നു. സിറ്റി ഹാളിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ല. പ്രഭാഷണം നടക്കുന്നത് സിറ്റി ഹാളിൽ. രണ്ട് കുട്ടികളെ കാണുന്നു. കുട്ടികളോട് ബിഷപ്പ് പറയുന്നു, സിറ്റി ഹാളിലേക്കുള്ള വഴിയൊന്ന് കാട്ടിത്തരൂ. കുട്ടികൾ വ്യക്തമായിട്ട് സിറ്റി ഹാളിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, അവിടെ പോയിട്ട് എനിക്കവിടെ ഒരു പ്രസംഗം നടത്തേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾ നിഷ്കളങ്കതയോട് ചോദിക്കുന്നു, പ്രസംഗമോ? എന്തിനെക്കുറിച്ചാണ് താങ്കൾ പ്രസംഗിക്കുക? അദ്ദേഹം പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികളെക്കുറിച്ചാണ് ഞാൻ പ്രസംഗം നടത്തുക. കുട്ടികളിൽ ഒരാൾ നിഷ്കളങ്കതയുടെ എല്ലാ വെട്ടവും പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, സിറ്റി ഹാളിലേക്കുള്ള വഴി പോലും അറിയാത്ത ആളാണോ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? അദ്ദേഹം സ്വർഗരാജ്യത്തിലേക്ക് നീളുന്ന ശിശുക്കളുടെ വഴികളെക്കുറിച്ച് ധ്യാനിച്ച് അല്പനേരം അവിടെ നിന്ന് കാണണം. പിന്നെ പ്രസംഗം തുടങ്ങുന്നത് ഇതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട്. അന്ന് അങ്ങനെ നിന്ന് ധ്യാനിച്ച ആ ബിഷപ്പിൻ്റെ പേര് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. ഏറ്റവും പ്രാഗൽഭ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ നിരന്തരമായ സാമീപ്യത്തിൻ്റെയൊക്കെ ചിത്രം നമുക്ക് തന്നൊരു മനുഷ്യൻ. 73 പുസ്തകങ്ങളാണ് ഫുൾട്ടൻ ജെ ഷീൻ രചിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ ലോകത്തിൽ എല്ലായിടത്തും എത്തിപ്പെടുകയും ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി പ്രതിവാരം 40 ലക്ഷം ആളുകൾ കേൾക്കുന്ന റേഡിയോ പ്രഭാഷണം നടത്തിയിരുന്ന ആൾ. അങ്ങനെ ഇനി ഒന്ന് ഉണ്ടാവില്ല. എമ്മി അവാർഡ് ലഭിച്ച ഏക പുരോഹിതൻ. ഇനി അദ്ദേഹത്തിന് ഓരോ ദിവസവും 15,000 തുടങ്ങി 25,000 വരെ ലെറ്ററുകൾ, അദ്ദേഹത്തിൻ്റെ പരിപാടികളെക്കുറിച്ചുള്ള അഭിനന്ദന കത്തുകളും മറ്റും ലഭിക്കുമായിരുന്നത്രേ. ഇനി അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, അദ്ദേഹത്തിന് പ്രതിദിനം പ്രസംഗത്തിന് ലഭിച്ചിരുന്ന തുക, സമ്മാനത്തുക $26,000 അതായത് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രതിദിനം 13 ലക്ഷത്തിലേറെ തുക അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഫീ ആയി സ്വീകരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ. ഇനി ഈ മനുഷ്യൻ റേഡിയോ പ്രഭാഷണത്തിന് വേണ്ടി 30 മണിക്കൂർ ഒരുങ്ങുമായിരുന്നത്രേ. വെറുതെ അല്ല, ഹൃദയങ്ങളെ മുഴുവൻ തൊടുന്ന വിധത്തിൽ അദ്ദേഹം ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചത്. ഈ ഫുൾട്ടൻ ജെ ഷീനെക്കുറിച്ചുള്ള ചെറിയ പുസ്തകം, ഇത് എഴുതിയത് വിനായക് നിർമ്മൽ. ഈ പുസ്തകം അനിതര സാധാരണമായ കഴിവുകളും ബുദ്ധിവിലാസവുമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ചില യാത്രകളൊക്കെ നമ്മെ അല്പം ലജ്ജിപ്പിക്കുകയും പിന്നെ നമ്മളെ കുറച്ചുകൂടി നല്ലവരാക്കി മാറ്റുകയും ചെയ്യുമായിരിക്കും. ഫുൾട്ടൻ ജെ ഷീൻ ഏതൊരു മഹാൻ്റെയും ജീവിതത്തിൽ എന്ന പോലെ ഏറ്റവും സാധാരണമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് കടന്നു വരുന്നു. അപ്പൻ 3-ാം ക്ലാസ്സിൽ തോറ്റയാൾ, അമ്മ 8-ാം ക്ലാസ് വരെ കഷ്ടിച്ച് കടന്നുകൂടിയാൾ. അങ്ങനെയുള്ള സാധാരണ കർഷക കുടുംബത്തിലെ അംഗം. ഇദ്ദേഹത്തിന് ജനിച്ച നാൾ തുടങ്ങി കൂട്ടിനുണ്ടായിരുന്നത് കുറച്ചൊക്കെ അരക്ഷിതാവസ്ഥകൾ തന്നെയായിരുന്നു. പഠനത്തിൽ പിന്നിലായിരുന്നു. അത്രയ്ക്കും നല്ല വാഗ്വിലാസമോ എല്ലാവരും ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പപ്പായയുടെ സുഹൃത്ത് എപ്പോഴും പറയുന്നത്, നിൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവനെ എങ്ങും എത്തൂല, അവന് ഒരു തരത്തിലും രക്ഷപ്പെടില്ല, അവന് ഏതെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ വെറുതെ ഇങ്ങനെ വായിച്ചൊരു പുഴു പോലെ അങ്ങനെ ഇരിക്കും, ഈ പുസ്തകവും തിന്നുകൊണ്ടിരിക്കും, അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീരുന്നു എന്നുള്ളത് കർത്താവ് പറഞ്ഞ വചനം. അത് ചരിത്രത്തിൻ്റെ സത്യവചനവുമാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞത് പലപ്പോഴും ഭവനങ്ങളുടെ മൂലക്കല്ലുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഫുൾട്ടൻ ജെ ഷീൻ എന്ന വ്യക്തിയിലും സംഭവിക്കുക. ഫുൾട്ടൻ എന്ന് പറഞ്ഞാൽ യുദ്ധം, ഷീൻ എന്ന് പറഞ്ഞാൽ സമാധാനം. അപ്പോൾ യുദ്ധവും സമാധാനവും വ്യക്തിത്വത്തിൽ ഒരുപോലെ കൊണ്ടു നടന്നൊരു മനുഷ്യൻ. ചില ആളുകളുടെ വാക്കുകൾ ഇരുതല വാള് പോലെയാണല്ലോ, യുദ്ധം ഉണ്ടാക്കി കളയും. പക്ഷേ ആ യുദ്ധത്തിന് ശേഷം യഥാർത്ഥത്തിലുള്ള സമാധാനം ഉണ്ടാകുകയാണ്. ഈ ബിൽഡ് ചെയ്യേണ്ടത് ബിൽഡ് ചെയ്യണം, ബ്രേക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യണം, തകർത്തെറിയേണ്ടത് തകർത്തെറിയണം. അതുകൊണ്ട് ഒരാൾ യുദ്ധവും സമാധാനവും ഒരുപോലെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടി വരും. അങ്ങനെ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ.
ഇദ്ദേഹത്തിൻ്റെ പാഠങ്ങളൊക്കെ തുടങ്ങുന്നത് ചെറുപ്രായത്തിൽ തന്നെയാണ്. ഒരിക്കൽ ഏതോ ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്നും ചെറിയൊരു ഫ്ലവർ കവർന്നെടുത്ത് അമ്മയോടുള്ള അധികമായ സ്നേഹം കൊണ്ടാണ് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി? അവൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. എവിടെ നിന്ന് കിട്ടി? ഈ ഫ്ലവർ ഷോപ്പിൽ നിന്ന് കിട്ടി. എങ്ങനെ എടുത്തു? അതിങ്ങനെ പൊക്കിയെടുത്തു. പണം കൊടുത്തില്ലല്ലോ. അവർ പൊട്ടിത്തെറിച്ചു. കൊണ്ടുപോയി കൊടുക്കുക. നിൻ്റേതല്ലാത്ത ഒന്നും നിൻ്റേതായി സ്വീകരിക്കരുത്. പണ്ടത്തെ ഒരു കഥയിൽ ഒരാളെ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വേണ്ടി വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ കാതോട് അയാളുടെ അധരങ്ങൾ ചേർത്തുകൊണ്ട് പറഞ്ഞു, അമ്മയെ, സത്യത്തിൽ 1000 വട്ടം എനിക്ക് മുമ്പേ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടത് നിങ്ങളെയല്ലേ? പണ്ട് ഞാൻ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്തേ എന്നെ തിരുത്തിയില്ല? ഇപ്പോൾ വലിയ തെറ്റ് ചെയ്തപ്പോഴും നിങ്ങളൊന്നും മിണ്ടാതിരുന്നതല്ലേ അമ്മേ പാപമായി മാറിയത്? ഇവിടെ ഒരമ്മ മിണ്ടി തെറ്റ് തിരുത്തി ഒരാളെ സത്യത്തിലേക്ക് വഴി നടത്തി വിട്ടു. ആദ്യത്തെ പ്രചോദനം ഒരു സിസ്റ്ററായിരുന്നത്രേ. ചില സിസ്റ്റേഴ്സ് അങ്ങനെയാണ്, കാറ്റ് പോലെയാണ്. അവർ പെട്ടെന്നങ്ങ് അറിയാത്തൊരു ലോകത്തുനിന്ന് വന്നിട്ട് നമ്മൾ തഴുകും. എന്നിട്ട് അവരെ നമ്മളെ കുറച്ചുകൂടി നല്ലവരാക്കി മാറ്റും. സിസ്റ്റർ അലക്സിൻ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ, പറഞ്ഞല്ലോ പഠനത്തിൽ ഇവന് ഒന്നാമനൊന്നുമല്ല. പക്ഷേ ഈ സിസ്റ്റർ അവനിലുള്ള ഏറ്റവും ബെസ്റ്റിനെ കണ്ടെത്തി. ബീയിങ് അറ്റ് യുവർ ബെസ്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബീയിങ് ദ ബെസ്റ്റ് എന്നൊരു പ്രമാണമാണ്. നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആവുക. നീ ക്ലാസ്സിൽ ബെസ്റ്റാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല. നിൻ്റെ ഏറ്റവും ബെസ്റ്റ് നീ തൊട്ടെടുക്കുക, പുറത്തെടുക്കുക. അങ്ങനെ ബെസ്റ്റിനെ തൊട്ടെടുക്കുവാൻ വേണ്ടി ആൽക്കമിസ്റ്റിൻ്റെ കൈകളുള്ള വിരലുകളുള്ള സിസ്റ്റർ കൂടെ നിന്നു. അവനെ ട്രെയിൻ ചെയ്യിച്ചു, അവനെ ലീഡറാക്കി മാറ്റി. പതുക്കെ എല്ലാവരാലും വിലകെട്ട ലോകമായി കരുതപ്പെട്ട ഒരാൾ തനിത്തങ്കമായി മാറുകയാണ്. ഇതിനെയാണ് ആൽക്കമി എന്ന് പറയുന്നത്. നല്ല അധ്യാപകർ ഇതുപോലെയാണ്. അവർ ആൽക്കമിസ്റ്റുകളാണ്. വിലകെട്ടതെന്ന് കരുതപ്പെടുന്ന ലോകത്തെ അവരൊന്ന് തൊട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തനിത്തങ്കമായി മാറും. മറ്റു ചില ആളുകൾ തനിത്തങ്കത്തെ തൊട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ക്ലാവ് പിടിക്കുകയാണ്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതായിരിക്കാം. പിന്നെ അവൻ പഠനത്തിൽ ഒരു ടോപ്പ് സ്കോററാണ്. അവന് ആദ്യ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയപ്പോൾ വലിയ യൂണിവേഴ്സിറ്റിയിലെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അന്നത്തെ വികാരിയച്ഛൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്കൊരു വിളിയുണ്ട്. ആ സ്കോളർഷിപ്പ്, ആ രേഖ അതങ്ങനെ കീറിക്കളയുക, എന്നിട്ട് സെമിനാരിൽ ചേരുക. പെട്ടെന്ന് ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണത്. പക്ഷെ അവനറിയാം വികാരിയച്ഛനിലൂടെ ദൈവമാണ് സംസാരിക്കുന്നതെന്ന്. ഇനി അങ്ങനെ ദൈവം സംസാരിക്കുന്നവന് ഉറച്ചു വിശ്വസിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്ഥലത്ത് ബിഷപ്പ് കുർബാനയ്ക്ക് വന്നപ്പോൾ ഇദ്ദേഹം ഓൾട്ടർ ബോയയായിരുന്നു. ബിഷപ്പ് ജോൺ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഞ്ഞ് എടുത്ത പാത്രം എടുത്തുയർത്തുമ്പോൾ അത് തട്ടി താഴെ വീണ് പൊട്ടി തകർന്നു, ഇല്ലാതായിപ്പോയി. ഇവൻ പേടിച്ച് അരണ്ട് ഒരു മൂലയിൽ സങ്കീർത്തിയിൽ നിൽക്കുമ്പോൾ ബിഷപ്പ് അടുത്തുനിന്ന് ചോദിച്ചു, എന്താ നിൻ്റെ പ്ലാൻ? അവൻ പറഞ്ഞു, പഠിക്കണം. ഉപരിപഠനം നടത്താൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. എവിടെയാണ്? അടുത്തുള്ള കോളേജിൽ. അതല്ല, നീ ലുവൈൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ലുവൈൻ ഒരുപാട് അകലെയാണ്. നീ അവിടെയാണ് പഠിക്കാൻ പോകുന്നത് ഭാവിയിൽ. ഇവൻ അമ്പരന്നിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഉയർന്ന് വളർന്ന് എന്നെപ്പോലെ ഒരു ബിഷപ്പായി മാറും. ഒരു ദീർഘദർശിയുടെ പ്രവചനം അവിടെ സംഭവിക്കുകയാണ്. അവനതങ്ങ് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. പിന്നെ സെമിനാരിൽ ചേർന്നു. പഠനം ഭംഗിയായി പൂർത്തിയാക്കി. ഡോക്ടറേറ്റിന് വേണ്ടി പോകണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടു. അവൻ ഡോക്ടറേറ്റൊക്കെ നേടുവാനുള്ള പഠനത്തിന് വേണ്ടി ചെന്നു, ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. ഈ കമ്യൂ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പുസ്തകം പകർത്തി എഴുതുകയാണെങ്കിൽ അതിനെ കോപ്പി അടിയെന്ന് പറയും. നിങ്ങൾ 10-12 പുസ്തകങ്ങൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറേറ്റിനുള്ള തീസിസ് എന്ന് അതിനെ വിളിക്കും. ഇതാണ് ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് ചില നേരങ്ങളിൽ. ഇവിടെ ഇയാൾ അങ്ങേറ്റ ആഴത്തിൽ ഇറങ്ങിയിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് നേടുകയാണ്. ലുവൈൻ യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ രീതി അനുസരിച്ച് ഒരാൾക്ക് സാമാന്യം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വിജയമാണുള്ളതെങ്കിൽ ചഷകങ്ങളിൽ വെള്ളം നിറക്കും, എന്നിട്ട് അത് വെച്ചാണ് ടോസ്റ്റ് ചെയ്യുക. ഇനി നല്ല കുറച്ചുകൂടി ഉയർന്ന വിജയമാണെങ്കിൽ ആ ഗ്ലാസ്സുകളിൽ ബിയറായിരിക്കാം നിറക്കുക. ഇനി അതിലും ഉയർന്നാണെങ്കിലോ അതിൽ വൈനായിരിക്കാം. ഫുൾട്ടൻ ജെഷീൻ്റെ വിജയാഹ്ലാദം പുറത്ത് കാണിക്കുവാൻ വേണ്ടി ഒരുക്കിയ വിരുന്നിൽ ഇതൊന്നുമല്ല നിറച്ചിരുന്നത്, ഷമ്പെയിനായിരുന്നു. അതായത് എക്സ്ട്രാ ഓർഡിനറി മെരിറ്റുള്ള ഒരാളുടെ വിജയാഹ്ലാദത്തിൻ്റെ വിരുന്നാക്കി സംഘാടകർ അതിനെ മാറ്റിയിരുന്നു. ഹി വാസ് റിയലി എക്സ്ട്രാ ഓർഡിനറി. ചരിത്രവും അതിനെയാണ് പറഞ്ഞത്.
ഇനി അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ പത്രങ്ങളിലൊക്കെ അതൊരു വാർത്ത പോലെയാണ്. കാരണം എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് പുറത്ത് കാണിച്ച ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ 2 ജോലിക്കുള്ള ലെറ്ററുകൾ കിട്ടിക്കഴിഞ്ഞു, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട്. ബിഷപ്പിന് അദ്ദേഹം എഴുതി എന്താ ചെയ്യേണ്ടത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബിഷപ്പ് വളരെ കൂളായിട്ട് മറുപടി എഴുതി, രൂപതയിലേക്ക് തിരികെ വരിക. രൂപതയിലേക്ക് തിരികെ വരിക എന്ന മറുപടി കേട്ടിട്ട് ആളുകളൊക്കെ അമ്പരുന്നു. പക്ഷേ ബിഷപ്പ് ഫുൾട്ടൻ ജെഷീൻ അദ്ദേഹം രൂപതയിലേക്ക് തിരികെ വരുന്നു. അന്ന് അദ്ദേഹം ഒരു കൊച്ചച്ഛനായിട്ട് ഒരു ആർസ് പോലുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം നിയമിതനാവുന്നു. അദ്ദേഹം അവിടെ രൂപാന്തരീകരണങ്ങൾ ധാരാളം കൊണ്ടുവരുന്നു. ഒരുപാട് മാറ്റങ്ങളാണ്. ശരിക്കും ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം അവിടെ തൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു. വിളിച്ച അതേ ബിഷപ്പ് തന്നെ 2 വർഷത്തിന് ശേഷം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താങ്കൾക്കുള്ള ക്ഷണക്കത്ത് നേരത്തെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, അന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, താങ്കളെ അയക്കാമെന്ന്, പോയിക്കൊള്ളുക. ഇദ്ദേഹം ചോദിച്ചു, അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് എന്നെ ഇടവകയിലേക്ക് അപ്പോയിൻ്റ് ചെയ്തത്? നിനക്ക് ആവശ്യത്തിന് വിനയവും എളിമയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. കാരണം താണിടത്തല്ലേ നീരോടൂ. അതൊരു വലിയ പാഠമായി അദ്ദേഹം സ്വീകരിക്കുന്നു. പിന്നെ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗുരുവായ കാർഡിനൽ മേഴ്സിയറോട് അദ്ദേഹം പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആവണം. അത് പഴഞ്ചൻ സാധനങ്ങളല്ല ക്ലാസ്സിൽ വിതരണം ചെയ്യേണ്ടത്, പുതിയത് പഠിച്ച് മനസ്സിലാക്കിയത്, കുറച്ച് ഇൻസൈറ്റ് കൊടുക്കുന്നത്, സൈറ്റ് കൊടുക്കുന്നത്, ഫോർസൈറ്റഡ്നെസ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ വർഷവും കഴിഞ്ഞ വർഷം നീ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നോട്ട് കീറിക്കളയണം. അതൊരു പഴഞ്ചൻ സാധനമാണ്. അത് ഈ വർഷം വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെക്കരുത്, പുതിയതുണ്ടാക്കുക. ഈ പാഠം ജീവിതകാലം മുഴുവൻ അദ്ദേഹം പാലിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പഴയ സിസ്റ്റർ അലക്സിൻ എന്തെഴുതുമ്പോഴും JMJ ജീസസ് മേരി ജോസഫ് എന്നെഴുതുമായിരുന്നു. ഓരോ പേജിൻ്റെയും മുകളിൽ അതെഴുതുമായിരുന്നു. ഇദ്ദേഹവും മരിക്കുന്നത് വരെ JMJ എന്നെഴുതിയിരുന്നു. ഈശോയ്ക്കും യൗസപിതാവിനും മാതാവിനും എല്ലാം സമർപ്പിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ തന്നെയാണ്. ആ മാതാവിൻ്റെ വഴിയിലൂടെ നടന്നിട്ടാണ് താൻ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നത് എന്ന് പറയുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ മെത്രാൻ പദവി എത്തുമ്പോൾ അദ്ദേഹം ജോൺ ക്രിസോസ്റ്റമിൻ്റെ വരികളാണ് ഉദ്ധരിക്കുക. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒരാൾ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഒരു സന്യാസിയേക്കാൾ കൂടുതൽ പാകത അയാൾ ജീവിതത്തിൽ നേടിയെടുക്കണം. അതുപോലെ തന്നെ തോമസ് അക്വിനാസും പറഞ്ഞു, ഒരാൾ ഉയർത്തപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അയാളുടെ ബലഹീനതകളിൽ നിന്നും ഉയർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മെത്രാൻ എന്ന് തന്നോട് തന്നെ ഫുൾട്ടൻ ജെഷീൻ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ പരമ്പരകളൊക്കെ ഇങ്ങനെ ആരംഭിക്കുക. എമ്മി അവാർഡ് നേടാൻ തക്ക വിധത്തിൽ അത്രയ്ക്കങ്ങ് അറിയപ്പെട്ട പ്രസംഗകനായി മാറിയിരുന്നു. ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം തമാശകൾ പറയുമായിരുന്നു. ആ തമാശകളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെയാണ് തമാശ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. തൻ്റെ കുറവുകളെക്കുറിച്ചൊക്കെ തമാശ പറയുമ്പോൾ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിരി കാത്തു സൂക്ഷിക്കുകയാണ്. ആ ചിരി സമ്മാനിക്കുന്നു. ചെറിയൊരു തമാശയിൽ പോലും ഉലഞ്ഞു പോകുന്ന തരത്തിൽ നമ്മളുടെ സ്പിരിച്വാലിറ്റിയൊക്കെ അത്രയും ചെറുതാണെങ്കിൽ ഇതുപോലുള്ള വലിയ മനുഷ്യരിൽ നിന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ നോക്കിയും അവരെയൊക്കെ വായിച്ചും ധാരാളം പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരിക്കൽ വണ്ടിയിൽ യാത്ര ചെയ്യണം, കുതിരവണ്ടിയിൽ. അപ്പോൾ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് ധാരാളം മക്കളൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്, അപ്പോൾ നിങ്ങൾ കൂലി തരുമ്പോൾ, കൂലി ഇത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് കൂലി തരിക. ഇദ്ദേഹത്തിൻ്റെ ധാരണ ഇദ്ദേഹം വളരെ ജനറസ് ആണെന്നാണ്. അദ്ദേഹം കൂലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ കിട്ടിയ പൈസ ഒരു തുണി കൊണ്ട് മൂടി. എന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ നിങ്ങൾ തന്ന ഈ കൂലി എൻ്റെ കുതിര കണ്ടു കഴിഞ്ഞാൽ കുതിരക്ക് നാണമായി പോകും, അതുകൊണ്ട് ഇത് മൂടിയിട്ടാണ് ഞാൻ സ്വീകരിക്കുക, താങ്ക് യു വെരി മച്ച്. ഇത് അദ്ദേഹം പ്രസംഗത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തം അല്പത്വത്തെക്കുറിച്ചാണ് പിന്നീട് പ്രസംഗിക്കുക. വീണ്ടും അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി കരയാൻ തുടങ്ങി, വാവിട്ട് കരയുകയാണ്. വാവിട്ട് കരയുന്ന കുട്ടിയെ അമ്മ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വലിയ സഹാനുഭൂതിയോടുകൂടി ഫുൾട്ടൻ ജെഷീൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കൊച്ചിൻ്റെ കരച്ചിൽ എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുന്നില്ല. അപ്പോൾ അമ്മ നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞത്രേ, അങ്ങയുടെ പ്രസംഗം കുട്ടിയുടെ കരച്ചിൽ അങ്ങയെ തടസ്സപ്പെടുത്തില്ല, പക്ഷേ അങ്ങയുടെ പ്രസംഗം എൻ്റെ കൊച്ചിനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രശ്നം
എൻ്റെ പ്രസംഗം ഒരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കാത്തതാണ്. ചില ആളുകൾക്കെങ്കിലും എൻ്റെ പ്രസംഗം പ്രശ്നമായി മാറുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ വിശാലത ഉണ്ടാകണം. ആ ഒരു വിശാലത അദ്ദേഹം നന്നായിട്ട് അവസാനം വരെ കാത്തു സൂക്ഷിച്ചിരുന്നു. 6 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികൂടി നടക്കുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ഇതാ ടി വി പരിപാടി കാണുക, അവിടെ ബിഷപ്പ് നിനക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നുണ്ട്. ആ ദിവസം ബിഷപ്പ് സംസാരിച്ചത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അദ്ദേഹം അപ്പോൾ ബ്ലാക്ക് ബോർഡിൽ സെക്സ് എന്ന് എഴുതിയപ്പോൾ ഈ 6 വയസ്സുകാരൻ അമ്മയോട് പറയുന്നു, അയ്യേ ഈ ബിഷപ്പിനൊരു സാധനം അറിയില്ല, 6 എന്ന് എഴുതാൻ പോലും അറിയാത്ത ഈ മണ്ടൻ ബിഷപ്പിൽ നിന്നും ഞാനെന്താണ് പഠിക്കുക. ഇത് പറയുന്നത് ബിഷപ്പ് തന്നെയാണ്. തനിക്ക് ഇത്രയ്ക്കും അറിയാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഹൃദയം മലർക്കെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നിടപ്പെടുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ താൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു ദിവസം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 കാര്യങ്ങൾ എന്നെ അവിടെ വിസ്മയിപ്പിക്കും. 1, ഞാൻ സ്വർഗത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ആരും അവിടെ ഉണ്ടാവില്ല. 2ാമത്തെ കാര്യം, സ്വർഗത്തിൽ വരില്ല എന്ന് ഞാൻ കരുതിയ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. 3ാമത്തെ കാര്യം, എൻ്റെ ദൈവമേ ഞാനെങ്ങനെ സ്വർഗത്തിലെത്തി എന്ന് ഞാൻ വിസ്മയിക്കും. ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ചിരിക്കുമെങ്കിലും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു തുടങ്ങും. ഇദ്ദേഹം എന്നും എത്ര വൈകിയാലും ക്രൂശിത രൂപത്തിന് മുമ്പിലിരുന്ന് ധ്യാനിക്കുമായിരുന്നത്രേ. അപ്പോൾ അദ്ദേഹത്തിന് ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ചില നേരങ്ങളിൽ ആ ക്രൂശിത രൂപത്തിന് മുമ്പിലിരുന്ന് ഉറങ്ങിയൊക്കെ പോകും. പക്ഷേ എൻ്റെ തമ്പുരാൻ ഉണർന്നിരിക്കുകയല്ലേ, ആ കുരിശിൽ ഇത്രയ്ക്ക് ദയനീയമായ വിധത്തിൽ തൊങ്ങിക്കിടക്കുമ്പോഴും എന്നെ കാണാൻ കണ്ണ് തുറന്ന് ദൈവം ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ. ആ കുരിശിൽ നിന്നാണ് ഞാൻ എല്ലാ പാഠങ്ങളും പഠിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം എന്നും ചൊല്ലുമായിരുന്ന പ്രാർത്ഥന അദ്ദേഹം ലോകത്തിന് മുഴുവൻ ഉപയോഗിക്കുന്ന തരത്തിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അതിങ്ങനെയാണ്, ഓ എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, എനിക്ക് ഏറ്റവും അത്യാവശ്യമായ ഈ കാര്യം ഞാൻ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത് അങ്ങയുടെ മഹത്വത്തിന് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ മോചനത്തിന് കാരണമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമേ, നിനക്ക് മാത്രമേ അതെന്താണെന്നറിയൂ. ഒരു പക്ഷേ എനിക്കത് നന്നായിരിക്കുകയില്ലായിരിക്കാം. അല്ലായിരുന്നുവെങ്കിൽ നീ അതെനിക്ക് നേരത്തെ നൽകുമായിരുന്നു. അല്ലെങ്കിൽ ഞാനത് ചോദിക്കട്ടെ എന്ന് കരുതി എൻ്റെ ചോദ്യത്തിന് വേണ്ടി നീ കാത്തിരിക്കുകയായിരിക്കാം. ഏതായാലും ദൈവമേ, ഞാനത് നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ മുമ്പിൽ ഞാനത് സമർപ്പിക്കുന്നു. ദൈവമേ, നിനക്ക് മാത്രമേ എനിക്കേതാണ് നല്ലതെന്നറിയൂ. നന്ദി ദൈവമേ, നന്ദി കർത്താവേ. എനിക്ക് ഏതാണ് നല്ലതെന്ന് ദൈവത്തിന് അറിയൂ. ദൈവം തരുന്നത് ബെസ്റ്റ് മാത്രമായിരിക്കും. ബെസ്റ്റിൽ കുറവുള്ള ഒന്നും ദൈവത്തിന് നൽകാൻ പറ്റില്ല. അത് മുറിവായാലും മുറിപ്പെടുത്തലായാലും. ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് യാത്ര തുടരാം. ഇതുപോലുള്ള പുസ്തകങ്ങൾ ധ്യാന പുസ്തകങ്ങളായിട്ട് നമ്മെ തേടി ഇനിയും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.